ആറ്റുകാലമ്മയുടെ സന്നിധിയിൽ നിന്ന് സേതുലക്ഷ്മിയും പൂജാലക്ഷ്മിയും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇനി ഇതിൽ അരമണിക്കൂർ പൊങ്കാല കാഴ്ചകളാണ്. സേതു, ഇന്നത്തെ രാത്രി സമയം ഇപ്പോൾ 6:30 ആയെങ്കിലും ഇന്ന് ഉറങ്ങാത്ത രാത്രിയാണല്ലേ? പ്രഭാപൂരിതമായി ആറ്റുകാൽ സന്നിധിയും പരിസരവും തിരുവനന്തപുരം നഗരം ആകപ്പാടെ എങ്ങനെ തിളങ്ങി നിൽക്കുന്ന ദിവസമാണ്. പറയാം കാഴ്ചകൾ, അനുഭവങ്ങൾ. രതീഷ് പറഞ്ഞതുപോലെ തന്നെയാണ്, ദീപപ്രഭയാൽ മുങ്ങിയിരിക്കുന്നു അനന്തപുരി. ഇപ്പോൾ ഈ 6:30 മണി സമയത്ത് ഇവിടെ എല്ലാം ദീപാലങ്കാര ലൈറ്റുകളെല്ലാം ഓൺ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം, അത് കാണുന്ന ഒരു സന്തോഷം. പിന്നെ ഭക്തിയുടെ പരകോടി എന്നൊക്കെ പറഞ്ഞാൽ അത് കുഞ്ഞായിപ്പോവും. ഇതിനപ്പുറം ഒരു വാക്ക് പറയാൻ എനിക്കറിയില്ല. അതുകൊണ്ടാണ് അത്രയും തിരക്ക്. മണ്ണിട്ടാൽ താഴേക്ക് ആ പൊടി വീഴില്ല, അത്രയും തിരക്കാണ് അനുഭവപ്പെടുന്നത്. ദീപാരാധന സമയമാണ്. അപ്പോൾ ഇനി നട തുറന്ന് ദീപാരാധന തൊഴുവാനുള്ള ഒരു തിരക്ക് കാര്യങ്ങൾ. അങ്ങനെ എല്ലാ രീതിയിലും അനന്തപുരി ഒരുങ്ങിക്കഴിഞ്ഞു. ആറ്റുകാൽ പൊങ്കാലയ്ക്കായി ഒരു വർഷത്തെ കാത്തിരിപ്പ്. അത് നാളെ അല്ലേ പൂജ? നാളത്തെ ദിവസം. ഇപ്പോൾ ദീപാരാധന സമയത്തോട് അടുക്കുകയാണ്. അതുകൊണ്ടാണ് അത്രയും വലിയ തിരക്ക്. നമുക്ക് ഈ നടപ്പന്തലിൻ്റെയും അതിന് ചുറ്റുമുള്ള ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളിലെല്ലാം കാണാൻ പറ്റും. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഇത് തൊട്ട് മുൻപിലാണ്, ദേവിക്ക് തൊട്ട് ക്ഷേത്ര നടയ്ക്ക് തൊട്ട് മുൻപിലാണ്. ഇവിടെ എല്ലായിടത്തും നടയ്ക്കകത്ത് കയറി ദേവിയെ തൊഴുക എന്നത് മാത്രമല്ല, ദൂരെ നിന്നെങ്കിലും ഈ ഒരു അവസരത്തിൽ ദേവിയെ കണ്ട് പ്രാർത്ഥിക്കുക, കണ്ട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം പൊങ്കാല അർപ്പിക്കുക. അതാണ് ഓരോ ഭക്തജനങ്ങളുടെയും ലക്ഷ്യം എന്ന് പറയുന്നത്. അല്പസമയം മുമ്പ് നമ്മുടെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ പൊങ്കാല ഇടുന്നത് വട്ടിയൂർക്കാവിലാണ് എന്നുള്ളത്. വട്ടിയൂർക്കാവ് എന്ന് പറയുന്നതിന് ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ട്. രാവിലെ തീർച്ചയായിട്ടും ക്ഷേത്രനടയിൽ വന്ന് അമ്മയെ കണ്ട് തൊഴുതിട്ട് ഈ ദൂര സ്ഥലങ്ങളിലൊക്കെ പോയി പൊങ്കാല ഇടുക എന്നുള്ളത് ഒരിക്കലും എളുപ്പമല്ല. അതുകൊണ്ടാണ് തലേ ദിവസമേ രാവിലെ മുതൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം രാത്രി മുതൽ തന്നെ ഭക്തജനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ അവസരത്തിൽ എത്ര സമയം നിന്നിട്ടാണെങ്കിലും കുഴപ്പമില്ല, ദേവിയെ ഇറക്കി വെച്ച് പൊങ്കാല എടുക്കാൻ നൈവേദ്യം അർപ്പിക്കുക. അതിൽ തന്നെയാണ് ഈ തിരക്ക്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. നമ്മൾ ഈ കാണുന്ന ഭാഗം എന്ന് പറയുന്നത് നടപ്പന്തലിന് തൊട്ടിപ്പുറത്തുള്ള തോറ്റപ്പാട്ട് പാടുന്ന പാട്ടുപുരയ്ക്ക് തൊട്ട് പുറകിലുള്ള വശമാണ്. ശരിക്കും ഇവിടെ എന്ന് പറയുന്നത് പ്രത്യേക ക്രമീകരണങ്ങളില്ല. നടപ്പന്തൽ പോലെ ക്യൂ നിൽക്കുന്ന സ്ഥലമല്ല. പക്ഷേ ഇവർക്ക് ദേവി അടുത്ത് നിന്ന് കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർ നടപ്പന്തലിൽ അവിടെ പോയി ക്യൂ നിന്നതിന് ശേഷം വേണം ദേവിയെ ദർശിക്കാം. പക്ഷേ ഇവരെല്ലാവരും ദൂരെ നിന്ന് അമ്മയെ കണ്ട് പ്രാർത്ഥിക്കുകയാണല്ലേ ചെയ്തു? അതെ അതെ. നമുക്കിപ്പോൾ ഇവിടെ പരിപാടികളും ഈ മറ്റ് ഉത്സവത്തോടനുബന്ധിച്ചിട്ടുള്ള കലാപരിപാടികളും ഒക്കെ ഇവിടുത്തെ ചെറിയ സ്റ്റേജിൽ, മിനി സ്റ്റേജിൽ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ പ്രിയപ്പെട്ട തിരുവാതിര കളിയാണ് ഇവിടെ നടക്കുന്നത്. ഒപ്പം തന്നെ ഭക്ത ലക്ഷങ്ങൾ അവർ വരുന്നു, ദേവിയെ ഒരു നോക്ക് കാണാനായി കാത്തു നിൽക്കുന്നു. ആ ഒരു തിരക്കാണ് ഈ നിമിഷത്തിലും. എല്ലാവരും ഇങ്ങനെ കാണാനല്ലേ, പ്രേക്ഷകർക്ക് തന്നെ അറിയാൻ കഴിയും എന്തുമാത്രം തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് എന്ന്. നമുക്ക് എന്താണെങ്കിലും ചേച്ചി എവിടുന്നാ വരുന്നേ? കോഴിക്കോട് പയ്യോളി. കോഴിക്കോട് പയ്യോളിന്ന്. എന്നാണോ വന്നേ? ഇന്ന് രാവിലെ എത്തി. ഇന്ന് രാവിലെ എത്തി. അപ്പോൾ ഇനി നാളെ പൊങ്കാല നൈവേദ്യം കഴിഞ്ഞ് പോകുന്നുള്ളൂ? മറ്റന്നാൾ രാവിലെ. മറ്റന്നാളേ പോകുന്നുള്ളൂ. എല്ലാവരും 6 പേരുണ്ട്. ഞാൻ കോഴിക്കോട് പേരാമ്പ്രയിൽ നിന്നാണ്. ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് ഇവിടുത്തെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലുള്ള അനിൽകുമാർ സാറാണ്. ഈ വർഷങ്ങളായിട്ട് കോഴിക്കോട് നിന്നൊക്കെ വരുമ്പോൾ വർഷങ്ങളായിട്ട് വരുന്നുണ്ടോ? ഇല്ല, ഞങ്ങൾ ആദ്യമായിട്ട് വരികയാണ്. ആദ്യമായിട്ടാണ് ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കാനായിട്ട് വരികയാണ്. അപ്പോൾ അതിനൊരു എക്സൈറ്റ്മെന്റ്. അതെ, ഞങ്ങൾ പ്രീ ഡിഗ്രിക്ക് ഒന്നിച്ച് പഠിച്ചവരാണ് 6 പേരും. അപ്പോൾ ഒന്നിച്ചാണ് വരുന്നത്. ഓക്കെ. ഇങ്ങനെ 6 പേര്. ചേച്ചി എങ്ങനെയുണ്ട് ആറ്റുകാലിലെ കാഴ്ചകളൊക്കെ? മനോഹരമാണോ? നല്ല മനോഹരമായിരിക്കുന്നു. ഞങ്ങൾ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നവരാണ്. കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര വന്നവരാണ്. ഇന്ന് വർഷങ്ങളായിട്ട് പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് വീട്ടിലായിരുന്നല്ലോ പൊങ്കാല. 2021, 2022, 2023 അങ്ങനെ ആയിരുന്നല്ലോ. അപ്പോൾ ഇപ്പോൾ ക്ഷേത്രത്തിൽ വന്ന് നേരിട്ട് പൊങ്കാല അർപ്പിക്കാനൊരു അവസരം കൂടിയായി. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം വന്ന് ചെയ്തിട്ടുണ്ട്. കോവിഡ് ടൈമിലൊക്കെ വീട്ടിലായിരുന്നോ? ഇല്ല, ആ സമയത്ത് വീട്ടിൽ പോകായിരുന്നു. കണ്ടില്ലേ? അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ നിന്നും, കോഴിക്കോട് നിന്നും, കൊല്ലത്ത് നിന്നും, പത്തനംതിട്ടയിൽ നിന്നും, മലപ്പുറത്ത്, നമ്മൾ നേരത്തെ കണ്ടു കാസർഗോഡ് നിന്നും ഒക്കെയാണ് ഈ മണിക്കൂറുകളോളം ക്യൂ നിന്ന് ദേവിയെ ഒരു നോക്ക് കണ്ടതിന് ശേഷം നാളെ ചുറ്റും ഒന്ന് നോക്കിയാൽ കാണാം ഇപ്പോൾ ആറ്റുകാല സന്നിധി എത്രത്തോളം മനോഹരമാണ് എന്നുണ്ടല്ലോ. രാത്രികാല കാഴ്ച അതിമനോഹരമാണ്. ദീപപ്രഭയിൽ ഇങ്ങനെ ചൊരിഞ്ഞു നിൽക്കുകയാണ്, എത്രത്തോളം സുന്ദരിയായിട്ട് നിൽക്കുകയാണ് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാം. അതിൻ്റെ കൂട്ടത്തിൽ അത് അവിടെ തിരുവാതിര നടക്കുന്നുണ്ട്.